Hi friends, welcome back to AlanAjax Creationz. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി മട്ടൺ ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മട്ടൺ ബിരിയാണിയാണ്. അപ്പോൾ അതിന് ആദ്യം മട്ടനെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പാൻ കുറച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മൂന്നും കൂടി ചതച്ചെടുത്തതാണ്. ഒരു 5-6 ഏലക്ക ഞാൻ തൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5 ഗ്രാമ്പു, 2 പീസ് പട്ട, 2 ചെറിയ പീസ് പട്ട, ഇതെല്ലാം കൂടി ചതച്ചതാണൊന്ന്. അത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇത് 1/2 കിലോ മട്ടന് വേണ്ടിയിട്ടുള്ളതാണ് പറയണത്. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവോള, 2 ചെറിയ സവോളയാണ്. വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം ആയാലും മതി, കുഴപ്പമില്ല. നല്ല വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം മതി. ഇത് 2 ചെറിയ സവോള ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമുക്ക് ഇപ്പിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിയിലേക്ക് പിന്നെ നമുക്കിടാം. ഇത് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വഴറ്റാൻ വെച്ചത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് സവാള. പിന്നെ നമുക്കതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കാം. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിതാ മട്ടൺ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ഇടണം. പൊടികൾ ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത് രണ്ടും ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ ഇടണത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. മുളക് പൊടിയൊക്കെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം, കുഴപ്പമില്ല. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം മുളക് പൊടിയുടെ അളവ്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. തൈര് ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം മട്ടണിൽ. അങ്ങനെ ഉപ്പും തൈരും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടും ചെയ്യാം. അപ്പോഴും പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ തക്കാളി 2 ചോപ്പ് ചെയ്തത് ചേർക്കണം. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി ആയാലും മതി. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചേർക്കണത് മല്ലിയില കട്ട് ചെയ്തതാണ്. അത് നമ്മൾ പിടിയോ എങ്ങനെയാണെങ്കിലും നമ്മുടെ അളവിന് ചേർക്കാം, കുഴപ്പമില്ല. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് 1/2 മണിക്കൂർ വേവിക്കാം. അതിനിടയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. 1/2 മണിക്കൂർ കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ വേവണം. അത് ഓരോരുത്തരുടെ മട്ടനനുസരിച്ചിരിക്കും. നല്ല ഇളം മട്ടനാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ വിട്ടുപോകരുത്. വിട്ടുപോയാൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കുറച്ച് വെള്ളം ഇതിൽ തന്നെ തനിയെ ഊറി വന്നോളൂ. നമ്മൾ മട്ടൻ വെച്ചിട്ടൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇത് ആയിട്ടില്ല, കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് വെന്ത് കിട്ടണമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒരു 10-15 മിനിറ്റ് കൂടിയും അടച്ചു വയ്ക്കാം. വീണ്ടും മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നോക്കാം നമുക്ക്. അപ്പോൾ മട്ടൻ ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക്
2-3 പീസ് പട്ട, 4-5 ഏലക്ക, 2-3 ഗ്രാമ്പു, പിന്നെ ഷാജീരകം, അതായത് ബിരിയാണിയിൽ ഇടുന്ന ജീരകം, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് ബേ ലീഫ്, നമുക്ക് കടയിൽ നിന്ന് കിട്ടുമല്ലോ, അത് ഇട്ട് കൊടുക്കണം. ഇത്ര ഇട്ട് ഇത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഊറ്റിയെടുക്കല്ല ചെയ്യുന്നത്. ഊറ്റിയെടുക്കുന്ന അങ്ങനെ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വെള്ളത്തിൽ വേവിച്ചിട്ട് ഊറ്റിയെടുക്കാം. ഇവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അത് 4 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഊറ്റിയെടുക്കല്ല ചെയ്യുന്നത്. 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അതും കൂടി ഇട്ടിട്ട് ഈ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പ് ഇടാം. അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതിന് ശേഷം വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അത് കറക്റ്റായിട്ട് വരും. ഞാനിവിടെ ഉപ്പിടാണ്. ഉപ്പിട്ടിട്ട് ഇനി മൂടി വെച്ച് നമുക്ക് വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. അരി കറക്റ്റായിട്ട് തന്നെ അത് വെന്ത് ചോറായി വരും. അല്ല ഇനി ഊറ്റിയെടുക്കുന്നവർക്ക് ഊറ്റിയെടുക്കുന്ന മാതിരി. അപ്പോൾ ഇത്രയും വെള്ളം വെച്ചാൽ പോരാ, കൂടുതൽ വെള്ളം വെക്കണം. അങ്ങനെയും ചെയ്യാം. അരിക്ക് വെള്ളം വെച്ചത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തുറന്ന് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഞാൻ തീ കുറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് അരി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ജീരകശാല റൈസാണ് യൂസ് ചെയ്ത് നോക്കണത്. അതിലേക്ക് കുറച്ച് പുതിനയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീയെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ജീരകശാല റൈസ് പെട്ടെന്നാവും. 10 മിനിറ്റ് കഴിയുമ്പോൾ റെഡിയാവും. അപ്പം നമുക്ക് മട്ടൻ തുറന്ന് നോക്കാം. അതൊരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയില കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റും കൂടി വയ്ക്കാം. 10 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഇത് റെഡിയാവും. അപ്പോൾ മൂടി വയ്ക്കാൻ വേണ്ടും. അപ്പോൾ നമ്മുടെ റൈസ് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റൈസ് ആയിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം. റൈസ് ദാ നന്നായി ആയി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ ആയി കഴിയുമ്പോൾ മട്ടൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാ നമ്മുടെ മട്ടൻ നന്നായി വെന്ത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റൈസിലേക്ക് ഇട്ടിട്ട് ദം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ദം ചെയ്യാനായിട്ട് റൈസ് മാറ്റണമൊന്നുമില്ല. കുറച്ച് റൈസ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചെറിയൊരു കുഴി മാതിരി ആക്കിയിട്ട് അതിലേക്കാണ് നമ്മുടെ മട്ടൻ ഇട്ട് കൊടുക്കണത്. അതിലേക്ക് മട്ടൻ ഇട്ടിട്ട് പാത്രം ഒരു ദോശപാത്രത്തമ്മയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്. തീ ഞാൻ സിമ്മിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഈ റൈസ് എല്ലാം തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മേലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഇച്ചിരി നെയ്യും, ഒരു 1/2 ടീസ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് അവിടെ ഇവിടെയും ഇട്ട് കൊടുക്കാം. നന്നായി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ദമ്മിട്ടത്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ടെന്നുള്ളത്. സൂപ്പറായിട്ട് അടിപൊളി മട്ടൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.